എന്താ പീതാംബരൻ ചേട്ടാ അത് രാവിലെ ഒരു കൂട്ടലും കുറയ്ക്കലും പേരൊന്ന് ശരിക്കും വെളുത്തിട്ട് പോരെ, അല്ലെങ്കിൽ ആകെ തെറ്റിപ്പോവും. അങ്ങനെയൊന്നും തെറ്റില്ല മോളെ. ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ ഈ കൂട്ടലും കുറയ്ക്കലും? എന്നാൽ ഇനിയൊന്ന് സൂക്ഷിക്കണം. പഴയ പോലത്തെ കണ്ടീഷൻ ഉണ്ടോ ഈ വണ്ടിക്ക്? പിന്നെ എത്ര പഴകിയാലും ഈ വണ്ടിയുടെ കണ്ടീഷൻ കുറയില്ല മോളെ. ഓ, ഈ ചേട്ടനോട് മാത്രം പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. ആട്ടെ, എത്ര വേണം? ഒരു മുഴ മതിയോ? ഒരു മുഴവും കുറച്ചധികമായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്നിന് വേണ്ട. ഞാൻ വണ്ടി പെരിയാറിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു. അതങ്ങനെയാ. ഈ വർത്താനം മാത്രമേ ചേട്ടനുള്ളൂ. കാര്യത്തോട് അടുക്കുമ്പോ ഈ കനകമ്മേനെ അങ്ങ് മറക്കും. കനകം, അത് മാത്രം നീ പറയരുത്. മറന്നതല്ല, രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. രാജപ്പ മുതലാളിയുടെ ഓട്ടം ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആർക്കറിയാ ഈ പറയണൊക്കെ നേരാണോ എന്ന്? ഈ പെണ്ണിന്റെ ഒരു കാര്യം ചങ്കെടുത്ത് കാണിച്ചാലും വിശ്വസിക്കൂല. എന്തായാലും ഒരു മുഴം തന്നിട്ട് പോ. ഇനി നിന്റെ പണക്കം വേണ്ട. പീതാംബരേട്ടാ വരട്ടെ. അല്ല, പുതിയ ആളുകളാണല്ലേ? എവിടെ വീട്? കുറച്ച് ദൂരെയാ. ഇനി ഇവിടെ കുറച്ചു ദിവസം ഉണ്ടാവോ? ഓ, വണ്ടി തൂക്കാൻ പൂ എന്നും എന്റെ കയ്യിൽ നിന്ന് വാങ്ങണേ. ദാ ആ കാണുന്നതാ എന്റെ വീട്. എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ട് വരാൻ മടിക്കില്ലേ? ഒരു മുഴുവൻ പോരെ? മതി. പൈസ പൈസയൊന്നും വേണ്ടെന്നേ. ആരാ പൈസ ചോദിച്ചത്? എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചോളാം. ചിന്ന ചിന്ന ആസൈ. ആശാനെ, പുതിയ പാർട്ടികളാ, അറിഞ്ഞോണ്ടാവില്ല. ഇന്ന് അറിയാതെ ചെയ്യാൻ നാളെ അറിഞ്ഞോണ്ട് ചെയ്യാൻ തോന്നും. എത്ര നേരം കഴിയുന്നുണ്ട്. എന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോടാ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാനായിട്ട്? എന്താണ്? നീയാണോടാ ഈ വണ്ടി ഡ്രൈവർ? അതെ. ആരോട് ചോദിച്ചിട്ടാ നീ വണ്ടി ഇവിടെ ഇട്ടത്? ആശാനെ, മറ്റുള്ളവരുടെ വണ്ടി കിടക്കുന്നുണ്ടപ്പോ മറ്റുള്ളവർ ചെയ്യണതൊക്കെ ചെയ്യാൻ തോന്നണ ഒരു നല്ല ശീലമല്ലല്ലോ മോനെ. ക്ഷമിക്കണം ആശാനെ, അറിയാതെ ചെയ്തതാ. ആശാൻ പറയുന്ന പോലെ ചെയ്തോളാം. എടാ, ഇത് ഒറ്റപ്പാറ കവലയാ. ഇവിടെ കുറെ വൃത്തികെട്ട നിയമങ്ങളുണ്ട്. അതെല്ലാവരും അനുസരിക്കണം. നീ പുതിയ ആളായതുകൊണ്ട് തൽക്കാലം നിന്നെ വെറുതെ വിടുന്നു. മേലാൽ ഇത് ആവർത്തിക്കരുത്. ആ വണ്ടി എടുത്ത് വിളിക്കളാ. ശരി ആശാൻ. തന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? വേണ്ടേ. എന്താ ചേട്ടാ വേണ്ടത്? നല്ല കടുപ്പത്തി ഒരു ചായ തരാൻ പറയണ. ഓ, ഇയാളോടാ പട്ടി ചായ കൊണ്ടിരുന്നത്? എനിക്കാണെന്ന് പറഞ്ഞില്ലേ? വിളിക്കണം. തങ്കപ്പ, നിന്റെ കളി എന്റെ അടുത്ത് വേണ്ട. നീ എന്ത് ചെയ്യണേ? നാക്കിട്ടലക്കാതെ നീ ഇവനൊന്ന് തൊട്ട് നോക്ക്, അപ്പ കാണാം. തൊട്ടാ നീ അണ്ണാക്കി കയറ്റിയോടി കഴിവറുടെ മോളെ. ചേറ്റേ, നിന്റെ മറ്റേ സംസാരം എന്റെ അടുത്ത് വേണ്ട. അത് നിന്റെ മറ്റുള്ളമാരോട് മതി. ഇവിടെ നിന്ന് ആളാവാൻ നോക്കിയാലേ നിന്റെ ഉപ്പേരി ഞാൻ ചെത്തിയെടുക്കും. നിനക്കറിയില്ല എന്നെ. എന്നാ അറിയിക്കണേ, നിന്നെ ഒന്ന് അറിയണമെന്ന് കൊറേ നാളായി ഞാൻ വിചാരിക്കണു. ഇനി ഇവിടെ നിന്ന് ചെറ്റ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ,
വെട്ടി കൊടലി ഞാൻ പുറത്തെടുക്കും. എന്നാ എടുക്കണേ പുല്ലേ, എടുക്കണേ. വേണ്ട സാറേ, വെറുതെ പ്രശ്നം നീ ഉണ്ടാക്കണ്ട. വിടറാ. വരുന്നേ. ഇവളുടെ അഹങ്കാരം ഇന്ന് തന്നെ എനിക്ക് തീർക്കണം. വിടറാ. നീ പോ തങ്കപ്പ, പോയി തരക്കാരുടെ അടുത്ത് കളിക്കും. സുഗന്ധിയുടെ അടുത്ത് കളിക്കാൻ നോക്കി വെറുതെ ഉള്ള ചീത്തപ്പേര് കളയണ്ട. വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. വരുന്നേ. വിടറാ. വിടാനല്ലേ പറഞ്ഞത്? വേണ്ടേ. കേറ്, കേറ്, കേറ്. നീ പറഞ്ഞത് കൊണ്ട് ഞാനിന്ന് അവളെ ഞാൻ ശരിയാക്കും. മനസ്സിലൊരു ഗാനം. ഓ എടി മോളെ വിശന്നു പോയടി. എടാ നീ പേടിക്കണ്ട, നിനക്ക് ഔഷധമുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. യ്യോ, അവൾ ഈ നാടിന് ചീത്തപ്പേരുണ്ടാക്കി അടങ്ങുള്ളെന്ന് എനിക്ക് തോന്നണേ. ഈശ്വരാ. നിന്നെ പോലെ നല്ല പേരുണ്ടാക്കാൻ എല്ലാവർക്കും കഴിയോ കനകമ്മേ? നിങ്ങളെന്താ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നേ? ഉള്ളിൽ വെച്ചാ പിന്നെന്ത് സംസാരം, പിന്നെ അങ്ങ് പ്രവർത്തിയല്ലേ. ദേ മനുഷ്യ, ഞാൻ ആനക്കാര്യം പറയുമ്പോ നിങ്ങൾ ചേനക്കാര്യം പറയാണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ എന്ത് മറുപടിയാ പറയണത് കനകമ്മേ? അപ്പുറത്തെ വീട്ടിലെ ആ ഉരുമ്പിട്ടോളില്ലേ, സുഗന്ധി. ഓ, എന്നതാ അവക്കടെ ഒരു സുഗന്ധം. നീ കുശുമ്പ് പോലെ കാര്യം പറ കനകമ്മേ. നിങ്ങൾ കേട്ടില്ലേ അപ്പുറത്തെ ബഹളം? ഇല്ല. ഇതിനെ ഇങ്ങനെ മൂപ്പിച്ചിരുന്ന നിങ്ങൾ എന്ത് കേൾക്കാനാ? വെറുതെ അല്ല നാട്ടുകാരൊക്കെ മൂരി കേശവാന്ന് വിളിക്കുന്നത്. എടി, നമ്മുടെ ഈ ജില്ലയില് 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കണ ചവിട്ടുമൂരി ഷാപ്പ് ആരുടെയാ? എന്റെയാ. നാട്ടിലെ കന്നുകാലികളുടെ ഒക്കെ പ്രശ്നം 24 മണിക്കൂറും നിങ്ങൾ തീർത്തു കൊടുക്കും. എന്നാൽ എന്റെ കാര്യം ഗോപി ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. അല്ല, സുഗന്ധി ആരുമായിട്ട് വഴക്കുണ്ടാക്കിന നീ പറഞ്ഞേ? അതെ, നിങ്ങളുടെ അപ്പൻ കാളപ്പരമ്പനുമായിട്ട്. എന്റെ മക്കള് അവള് പറഞ്ഞ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഞാനുണ്ട്. മോനെ, ഇന്ന് തരുണീ മണികള് 1, 2 അല്ല 9 എണ്ണമാ വരാൻ പോണേ. അതുകൊണ്ടൊരു കുറവും ഉണ്ടാകാൻ ഈ കേശവൻ സമ്മതിക്കുകയല്ല. എന്നാ നോക്കി നിൽക്കുവാടി? ഞാൻ വെറുതെ കല്യാണപ്രായമായ പെൺപിള്ളേര് കാണേണ്ട കാഴ്ചയല്ലേ ഇത്? പൊടി ഫോൺ. ഇതാ